വളരെ രുചികരമായിട്ട് തന്നെ കഴിക്കാൻ പറ്റിയ പച്ച തേങ്ങ അരച്ച ആവോലി മീൻകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതുപോലെ എല്ലാവരും ചെയ്ത് കാണിക്കാറുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പാചക രീതിയാണ് കാണിക്കുന്നത്. മീൻ കഷ്ണങ്ങൾ ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയതും 10-15 ചെറിയ ഉള്ളിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ വറുത്ത ഉലുവയും വാളൻ പുളിയും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചു മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഒരു മൺചട്ടി ചൂടാക്കാം. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ കുറച്ച് ചതച്ചെടുത്തതാണ്. അത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഏകദേശം ഈ ഒരു രീതിയായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം ഈ ഒരു രീതിയായി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതായ മസാല കൂട്ടിട്ട് കൊടുക്കാം. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം പച്ചയ്ക്ക് നമ്മൾ അരച്ചത് കാരണം കൊണ്ട് ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ലതുപോലെ മസാല മൂത്ത് എണ്ണയെല്ലാം മുകളിൽ ഇങ്ങനെ നല്ല രീതിക്ക് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് വെള്ളവും കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ അരപ്പ് വെള്ളം എല്ലാം ഒന്ന് നല്ല രീതിക്ക് തിളയ്ക്കുന്നതിനായിട്ടൊന്ന് അടച്ചു വയ്ക്കാവുന്നതാണ്. വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ അടുപ്പ് തുറന്നിട്ട് മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി അല്പം കൂടെ വെള്ളം ഒന്ന് വറ്റിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഇത് മൺചട്ടി ആയതുകൊണ്ട് തനിയെ അങ്ങ് കുറച്ച് വെള്ളം അങ്ങ് വറ്റിപ്പോയിക്കോളും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് ഈ മീൻകറി തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ തേങ്ങ അരച്ച് വെക്കുമ്പോഴും സാധാരണ ഞാൻ എപ്പോഴും തയ്യാറാക്കുന്ന ഒരു മീൻകറിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വാളൻപുളി അരച്ച് ചേർക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. കുടംപുളിക്ക് വേറൊരു ടേസ്റ്റാണ്. ആവോലി മീൻ ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നതിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയിൽ കാണുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.